ഒരു കാര്യം നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം, ഇത് ഗീവ് അപ്പ് ചെയ്യരുത്. 2 ദിവസം നോക്കി 3 ദിവസം എനിക്കൊരു മാറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിട്ടിട്ട് പോവാൻ നോക്കരുത്. അഫർമേഷൻസ് ഇസ് എ മാജിക്. അത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റം വരുത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അഫർമേഷൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ മാജിക് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അടിമുടി മാറ്റാൻ ഇതിന് പറ്റും. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അത്യാവശ്യം റെസ്പോൺസ് ഉണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി കേട്ടോ, നിങ്ങളിൽ പലർക്കും ഒരു മാറ്റത്തിന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നിങ്ങൾ പലരും എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. എനിവേ, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്കുകളൊന്നും മാറ്റമില്ല. ഞാൻ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള അഫർമേഷൻസ് വേണം എന്നുണ്ടെങ്കിൽ അതിൽ ഹെൽപ്പ് ചെയ്യാനായിട്ട് തയ്യാറാണ്. അഫർമേഷൻസ് ഒന്നും അത്ര എഴുതാൻ അറിയില്ല അല്ലെങ്കിൽ അത് എങ്ങനെയാണെന്നുള്ള അറിയാത്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും റെഡിയാണ് കേട്ടോ. സോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമുക്ക് ഒരു റിക്വസ്റ്റ് വന്നിട്ടുള്ളത് അനിത എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിൽ നിന്നായിരുന്നു. ആളിപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് കുഞ്ഞു വാവയാണുള്ളത്. അപ്പോൾ കുഞ്ഞു ഉറങ്ങാത്തത് കൊണ്ടും പിന്നെ ആൾക്ക് ഹെൽത്തി അല്ല, അത്ര ബോഡി പെയിനൊക്കെയാണ് എന്നുള്ള രീതിയിൽ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു അഫർമേഷനാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. അപ്പം കുഞ്ഞു വാവകളുള്ള അമ്മമാർക്കൊക്കെ നിങ്ങൾക്ക് സ്വയം ഒരു തിരിച്ചറിവിനും നിങ്ങളെ വീണ്ടും ഒന്നുകൂടെ സ്നേഹിക്കാനും ഒക്കെ ആയിട്ടുള്ള കുറച്ച് അഫർമേഷൻസ് ആണ്, ഹെൽത്തിന് വേണ്ടിയിട്ടൊക്കെയുള്ള കുറച്ച് അഫർമേഷൻസ് ആണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒത്തിരി ഒന്നും ഇല്ല കേട്ടോ, ഒരു 11 അഫർമേഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട് ഇതിന് മുൻപ്. അതായത് നിങ്ങൾ ഇപ്പം ചെറിയ കുട്ടികളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന ഒരു വീട്ടമ്മയാണ്, അങ്ങനെയൊക്കെയുള്ള ഒരാളാണ്, അല്ലെങ്കിൽ മെയിലോ ഫീമെയിൽ എങ്ങനെയുള്ള ആളാണെങ്കിലും നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാനായിട്ട്. കാരണം നമുക്ക് ഹെവി ഹെയർ ഫോൾ, അതുപോലെ തന്നെ ഭയങ്കര ബോഡി പെയിൻ, എപ്പോഴും ക്ഷീണം, അങ്ങനെ ഭയങ്കര സ്ട്രെസ്സ്, അങ്ങനെയുള്ള പല സിംറ്റംസും ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയുടേതാവാം. ഓക്കെ, അപ്പം അതില്ല നിങ്ങളൊന്ന് ഉറപ്പ് വരുത്തണം. നിങ്ങൾക്ക് ആ ഒരു പ്രശ്നമില്ല എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തണം കേട്ടോ. ഓക്കെ, അതൊരു ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കാര്യമാണ്. സോ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാനായിട്ട് മറക്കരുത്. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം മോംസിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ സ്വയം മറന്ന് ജീവിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് അഫർമേഷൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പം ഞാൻ ഇംഗ്ലീഷിലും അതിൻ്റെ ഏകദേശം മലയാളം പരിഭാഷയിലും ആയിരിക്കും ഞാൻ ഈ ഒരു അഫർമേഷൻസ് പറയാൻ പോകുന്നത്. ഒരുപാട് അഫർമേഷൻസ് ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അഫർമേഷൻസ് ചെയ്ത് തുടങ്ങുന്ന ആളുകൾക്ക് ഒരുപാട് അഫർമേഷൻസ് തന്നാൽ അത് ആ ഒരു രീതിയിൽ എടുക്കാൻ പറ്റില്ല. ഒരുപാട് അവർക്കൊരു ഹെവിനെസ് ആയിട്ട് തോന്നും. അതുകൊണ്ട് വളരെ കുറച്ച് അഫർമേഷൻസിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അഫർമേഷൻ ചെയ്യുമ്പോൾ ആ ഒരു ഫീലിംഗ് നിങ്ങൾക്ക് കിട്ടണം. ഓക്കെ, വെറുതെ എന്തെങ്കിലും പറഞ്ഞു പോവാണ്ട് അതിലേക്ക് ശ്രദ്ധിക്കുക. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിലായിരിക്കും നമ്മൾ ഇതൊന്ന് നമുക്ക് ആ ഒരു രീതിയിൽ ഫീൽ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. ഓക്കെ, പക്ഷേ നമുക്ക് ഡേ ബൈ ഡേ ഇമ്പ്രൂവ് ചെയ്ത് വരാൻ പറ്റും. നിങ്ങൾ ഒരിക്കലും ഇത് ഗീവ് അപ്പ് ചെയ്യരുത്. ഒരു കാര്യം നിങ്ങൾ എനിക്ക് ഉറപ്പ് തരണം, ഇത് ഗീവ് അപ്പ് ചെയ്യരുത്. 2 ദിവസം നോക്കി 3 ദിവസം എനിക്കൊരു മാറ്റമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിട്ടിട്ട് പോവാൻ നോക്കരുത്. അഫർമേഷൻസ് ഇസ് എ മാജിക്. അത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മാറ്റം വരുത്താൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അഫർമേഷൻ എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ മാജിക് ആണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ അടിമുടി മാറ്റാൻ ഇതിന് പറ്റും. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മറക്കാതെ ഇരിക്കുക. നിങ്ങളിത് ഗീവ് അപ്പ് ചെയ്ത് ദയവ് ചെയ്ത് ഗീവ് അപ്പ് ചെയ്യരുത്. ഓക്കെ, അത് മാത്രമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. നിങ്ങളിത് ഗീവ് അപ്പ് ചെയ്യരുത്, ദയവ് ചെയ്ത്. അത് മാത്രമാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ അഫർമേഷൻസിലേക്ക് പോവാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അഫർമേഷൻസ് ഒന്നെങ്കിൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് എഴുതിയെടുത്തിട്ട് നിങ്ങൾ രാവിലെ നമ്മൾ എഴുന്നേൽക്കുമല്ലോ, എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്ക് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സൈലൻസ് ആണ്. ആ സൈലൻസ് നിങ്ങൾക്ക് സൈലൻ്റ് ആയിട്ട് പ്രെയർ ചെയ്യാം. മെഡിറ്റേറ്റ് ചെയ്യുന്നവർക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. അതല്ല വെറുതെ സൈലൻസ് ആണോ, അവിടെ ഇരിക്കാം ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ്. ആ 2 മിനിറ്റ് നമുക്ക് വേണ്ടിയിട്ടുണ്ടാവില്ലേ? ഓക്കെ, അപ്പോൾ ആ ഒരു സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാം. അതിനുശേഷം ദ സെക്കൻഡ് തിങ് ഇസ് അഫർമേഷൻ. ഓക്കെ, അഫർമേഷൻ ചെയ്യുന്നതിന് മുൻപ് ഡീപ്പ് ബ്രീത്ത് എടുത്ത് നിങ്ങളൊന്ന് മനസ്സ് റിലാക്സ് ആക്കുക. അതിനുശേഷം അഫർമേഷൻ ചെയ്യാം. ഇപ്പം വേണമെങ്കിൽ എൻ്റെ കൂട്ടത്തിൽ നിങ്ങൾക്ക് അഫേം ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്കിതൊരു പേപ്പറിൽ എഴുതിയെടുത്തിട്ട് സ്വന്തമായിട്ട് അഫേം ചെയ്യാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന കുറച്ച് അഫർമേഷൻസ് ആണ് ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്, എസ്പെഷ്യലി ഫോർ പോസ്റ്റ്മോർട്ടം മോംസ്. നമുക്കല്ലെങ്കിൽ സ്വയം ഒന്ന് ലവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്ത് സെൽഫ് ലവ് അഫർമേഷൻസ് ആണ് കുറച്ച്. ഓക്കെ, ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന വീഡിയോ ആകുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ചെറിയ ഡ്രോബാക്സ് കാണും, ക്ഷമിക്കുക. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, റെഡി? അപ്പം ഡീപ് ബ്രീത്ത്. Breathe out. Breathe in.
breathe out. അപ്പോൾ let's start. My body is strong, beautiful and capable of healing. എൻ്റെ ശരീരം ശക്തവും സുന്ദരവും സ്വയം സുഖപ്പെടുന്നതുമാണ്. I honor and appreciate my body for creating and nurturing life. ജീവൻ സൃഷ്ടിക്കാൻ കഴിവുള്ള എൻ്റെ ശരീരത്തെ ഞാൻ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. Every day I grow more confident and comfortable in my own skin. ഓരോ ദിവസം കഴിയും തോറും ഞാൻ എൻ്റെ ശരീരത്തിൽ ആത്മവിശ്വാസവും ആശ്വാസവും ഉള്ളവളാകുന്നു. I give myself the love and care I deserve. ഞാൻ എനിക്കും എൻ്റെ ശരീരത്തിനും അർഹമായ ശ്രദ്ധയും സ്നേഹവും നൽകുന്നു. My body knows how to heal and is becoming healthier every day. എൻ്റെ ശരീരത്തെ സുഖം പ്രാപിക്കാൻ അതിന് അറിയാം. ഞാൻ ദിവസേന കൂടുതൽ ആരോഗ്യവതിയായിത്തീരുന്നു. I release all pain and tension and welcome comfort and ease. എൻ്റെ ശരീരത്തിലെ വേദനകളും ആവശ്യമില്ലാത്ത അമർഷങ്ങളും ഞാൻ വിട്ടുകൊടുക്കുകയും സുഖവും ആശ്വാസവും സ്വീകരിക്കുകയും ചെയ്യുന്നു. I am grateful for the strength and resilience of my body. എൻ്റെ ശരീരത്തിൻ്റെ ശക്തിക്കും ധൈര്യത്തിനും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. I deserve rest and welcome peaceful sleep into my life. ഞാൻ വിശ്രമത്തിന് അർഹയാണ്. സന്തോഷകരമായ ഉറക്കത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. My baby and I are surrounded by calmness and serenity during the night. ഞാനും എൻ്റെ കുഞ്ഞും സമാധാനത്താലും ശാന്തിയാലും ചുറ്റപ്പെട്ടിരിക്കുന്നു. Each breath I take brings me closer to deeper relaxation and rest. ഞാൻ എടുക്കുന്ന ഓരോ ശ്വാസവും എനിക്ക് ആഴത്തിലുള്ള വിശ്രമവും ആശ്വാസവും നൽകുന്നു. I trust that my body and mind will recharge fully during sleep. ഉറക്കത്തിലൂടെ എൻ്റെ ശരീരവും മനസ്സും പൂർണ്ണമായും പുനരുജ്ജീവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I love my body. ഞാൻ എൻ്റെ ശരീരത്തെ സ്നേഹിക്കുന്നു. I love myself unconditionally. ഞാൻ എന്നെ തന്നെ പരിധിയില്ലാതെ സ്നേഹിക്കുന്നു. സോ ഇത്രയുമാണ് നമ്മളുടെ സെൽഫ് ലവ് ആൻഡ് ഹെൽത്ത് അഫർമേഷൻസ്. ഇത് ഒരുപാട് വെറൈറ്റീസ് ഓഫ് അഫർമേഷൻസ് ഉണ്ട്. പക്ഷെ ഞാൻ അതൊന്നും ഇപ്പം ചെയ്യുന്നില്ല. കാരണം ഒരു പോസ്റ്റ്മോർട്ടം മോം എന്ന് പറയുമ്പോൾ ഞാൻ ആ സിറ്റുവേഷനിൽ കൂടെ കടന്നുപോയ ആളായതുകൊണ്ട് തന്നെ എത്ര സ്ട്രെസ്ഫുൾ ആണെന്നുള്ള കാര്യം എനിക്കറിയാം. സോ ആ സ്ട്രെസ്സിൽ നിന്ന് റിലീവ് ചെയ്യാനും കുറച്ച് സമാധാനപരമായി ഇരിക്കാനുമായിട്ടും നമുക്ക് കുറച്ച് അഫർമേഷൻസ് ആണ് നല്ലത്. കാരണം ഒരുപാട് അഫർമേഷൻസ് വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കതൊരു എന്തോ ഒരു വലിയ കടമ്പയായിട്ട് തോന്നും. സോ ഇനീഷ്യലി നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതിൽ നമുക്ക് നമ്മുടെ ഓവറോൾ ലൈഫിന് വേണ്ട ടോട്ടൽ അഫർമേഷൻസ് എല്ലാ ഏരിയയിൽ നിന്നുമുള്ള വളരെ കുറച്ച് അഫർമേഷൻസ് ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ്. സോ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇഫ് യു ലൈക്ക് ദിസ്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ലൈക്സും ഷെയർസും ഒക്കെ എനിക്ക് ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.